സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കുമാരിക്ക് ദേശീയ തലത്തിൽ ബഹുമതി ലഭിച്ചു. ബെസ്റ്റ് ഡീഡ് ഇന്റർനാഷണൽ റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ശ്രേഷ്ഠ സേവാ രത്നം ഓണർ അവാർഡാണ് കുമാരിക്ക് ലഭിച്ചത്. സമൂഹത്തിനായി സ്വാർത്ഥതയില്ലാതെ നടത്തിയ സേവനങ്ങൾക്കും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കും നൽകിയ അംഗീകാരമായാണ് ഈ അവാർഡ് സമ്മാനിച്ചത്. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിനിയായ കുമാരി വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ പൊതുജനങ്ങളിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. അമ്മ ചാരിറ്റബിൾ സൊസൈറ്റി മുഖാന്തരം പാവപ്പെട്ട ആളുകൾക്ക് മരുന്നുകളും മറ്റ് ആവശ്യ സാധനങ്ങളും നൽകി വരുന്നു. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്ഥിരമായി സഹായഹസ്തം നീട്ടുന്ന ഈ പ്രവർത്തനങ്ങളാണ് അവരെ ശ്രദ്ധേയമാക്കിയത്. സമൂഹത്തിനായി സ്വാർത്ഥതയില്ലാതെ നടത്തിയ സേവനങ്ങൾക്കും അമ്മ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കും നൽകിയ അംഗീകാരമായാണ് ഈ അവാർഡ് ലഭിച്ചത്. അമ്മ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് 15 വർഷമായി ഞങ്ങളുടെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് 7 അമ്മമാർ കൂടിയിട്ടാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുത്തു വരുന്നു. വിധവകൾക്കാണെങ്കിലും തയ്യൽ മെഷീൻ, അതുപോലെ അവർക്ക് ഉപജീവനത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൂടാതെ 25ഓളം വരുന്ന ആളുകൾക്ക്, നിർധനരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് മെഡിസിൻ ഇപ്പോഴും നമ്മൾ ചെയ്തു വരുന്നുണ്ട്, കൊടുത്തു വരുന്നു. അവർ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് വെച്ചാൽ ആ മെഡിസിൻ്റെ ലിസ്റ്റാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് പ്രകാരമുള്ള മരുന്നുകളാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓണത്തിനായാലും വിശേഷ ദിവസങ്ങളിലായാലും പാവപ്പെട്ടവർക്ക് നമ്മൾ ഭക്ഷ്യക്കിറ്റുകളായിട്ടും വസ്ത്രങ്ങളായിട്ടും എല്ലാ കാര്യങ്ങളും ഈ സംഘടനയ്ക്ക് ഇത്രയും കാലം ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിലുപരി അതുകൊണ്ട് തന്നെയാണ് 10-25ഓളം അവാർഡുകൾ എനിക്ക് കിട്ടി. കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 29-ാം തീയതി നമ്മുടെ അന്താരാഷ്ട്ര അവാർഡ്, അതൊരു 9 സംഘടനകൾ ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര അവാർഡ് വിന്നറായി ഈ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത എനിക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. പാലക്കാട് വെച്ചിട്ടായിരുന്നു എൻ്റെ പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുള്ളത്. ശ്രേഷ്ഠ സേവാ രത്നം അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ ഈ അവാർഡുകളെ മാത്രം ഞാൻ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളല്ല. പക്ഷെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, അവർക്ക് എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ട്, എൻ്റെ സംഘടനയ്ക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇനി തുടർന്നും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് തന്നെ വീടില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്കറിയാമല്ലോ, എന്താ പറയുക, ദാരിദ്ര്യ വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞെങ്കിലും വീടില്ലാതെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ ഒരു സുരക്ഷിതമായിട്ടൊരു ഭവനത്തിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഇതുകൂടി ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഒരു 4 കുടുംബത്തിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. കാരണം മക്കളില്ല, നോക്കാൻ ആരുമില്ലാതെ കിടപ്പ് രോഗികളാണ് അവരുടെ വീടുകളിൽ അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ മരുന്ന്, അത് കൃത്യമായിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം അവിടെ നേരിട്ട് പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സർവശക്തനും സഹായിക്കട്ടെ, സർവശക്തൻ സഹായിക്കട്ടെ. കൂടാതെ ഇവിടെ വടക്കാഞ്ചേരിയിലുള്ള എല്ലാ നല്ലവരായിട്ടുള്ള സന്മനസ്സുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. കൂടാതെ 14 ജില്ലകളിലും ഞങ്ങൾ ഭക്ഷ്യക്കിറ്റുകൾ, അതുപോലെ വസ്ത്രങ്ങൾ, എന്താണോ ആവശ്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് എന്താണ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും അതിനൊക്കെ ഞങ്ങൾക്ക് സർവേശ്വരൻ ഞങ്ങളെ തുണയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാമൂഹ്യ സേവന രംഗത്ത് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.